ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ള സംഭവങ്ങളെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു സമ്പുഷ്ടീകരിച്ചെടുക്കുന്ന വിവരങ്ങൾ ആണ് ഇനി നമുക്ക് വേണ്ടത്. കാരണം പലതരത്തിലുള്ള നുണപ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. പുറത്തു വരുന്ന വിവരങ്ങളിൽ ഏതൊക്കെ വിശ്വസിക്കാം, ഏതൊക്കെ തള്ളിക്കളയണം, ഏതൊക്കെ വ്യാജ പ്രചാരണങ്ങളാണ്, ഫേക്കായിട്ടുള്ള പ്രൊപ്പഗാൻഡാസ് ആണ് എന്നൊക്കെ പരിശോധിക്കേണ്ട ഒരു സന്ദർഭം നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇറാന്റെ ആണവ സ്വപ്നത്തെ ഇല്ലാതാക്കിയെന്ന്. മറിച്ച് ഇസ്രയേൽ പറയുന്നു ഇറാനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള യുദ്ധത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണെന്ന്. പക്ഷെ കനത്ത നാശനഷ്ടം ഇരുഭാഗത്തും സംഭവിക്കുകയാണ്. ഇസ്രയേലിലെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണങ്ങൾ വളരെ ശക്തമായി ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അമേരിക്കയുടെ സിറിയയിലെ സൈനിക താവളത്തിന് നേരെ മിസൈൽ വർഷമുണ്ടായി എന്ന സ്ഥിരീകരിച്ചിട്ടില്ലാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ ആണവ നിലയങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സമ്പുഷ്ടീകരിച്ചെടുത്ത വിവരങ്ങളാണ് നമുക്കിനി ആവശ്യമുള്ളത്. ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ ഡിന്നി പറഞ്ഞതുപോലെ ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന നിലയിൽ ഇതിങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും? ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ക്ഷമ പരീക്ഷിക്കുന്ന ഘട്ടം വരെ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ആണവ ആയുധങ്ങളുള്ള രാജ്യങ്ങളോടാണ് ഇറാൻ ഏറ്റുമുട്ടുന്നത്. അത് വലിയ വില നൽകേണ്ടി വരുന്ന ഒരു പോരാട്ടമായി അത് മാറാൻ സാധ്യതയുണ്ടോ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ? ശ്രീ ഗോപികൃഷ്ണൻ, നല്ല ഒന്നാന്തരം ഒരു പ്രയോഗമാണ് സമ്പുഷ്ടീകരിച്ചെടുത്ത വിവരങ്ങൾ. അതായത് ഒരുപാട് ക്ലെയിംസ് ആൻഡ് കൗണ്ടർ ക്ലെയിംസ്, ആർഗ്യുമെന്റ്സ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെന്റ്സ്, അത് പലതും പ്രത്യേക സ്ഥാപിത താല്പര്യം വെച്ചുകൊണ്ടാണ്. ഒരു പക്ഷേ നമ്മുടെ കേരളത്തിനുള്ളിൽ പോലും ജനങ്ങൾ ചേരിതിരിഞ്ഞ് ഇറാൻ അനുകൂല, ഇസ്രായേൽ അനുകൂല ഒരു വിഭാഗങ്ങൾ എന്ന രീതിയിൽ വേർതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇതൊരു ഗെയിം പോലെയുള്ളൊരു മനസ്സിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ കതിരും പതിരും തെളിച്ച് എടുക്കേണ്ട ഒരാവശ്യമുണ്ട്. പ്രധാനമായും നമുക്ക് ആശ്രയിക്കാനുള്ളത് ഒന്ന്, ഇൻഫർമേഷന് വേണ്ടി ആശ്രയിക്കാനുള്ളത് ഒഫീഷ്യൽ മെഷീനറി നൽകുന്ന വിവരങ്ങളാണ്. ഇറാന്റെ ഔപചാരികമായ ഈ വാർത്താവിനിമയ സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വിവരങ്ങൾ, അതുപോലെ ഇസ്രായേലിന്റെ ഒഫീഷ്യൽ മെഷീനറി നൽകുന്ന വിവരങ്ങൾ. അത് തീർച്ചയായും ഡാമേജുകളെ കുറിച്ച് ഒരു കൺട്രോൾഡ് ഇൻഫർമേഷൻ മാത്രമേ കാണൂ. അല്ലെങ്കിൽ ചില വാല്യൂസ് ആഡ് ചെയ്തുകൊണ്ട് തങ്ങളുടെ ആശുപത്രികൾ തകർക്കപ്പെട്ടു, നിരപരാധികൾ വധിക്കപ്പെട്ടു, ആ രീതിയിലുള്ള കാര്യങ്ങൾ. തീർച്ചയായും ഒരു യുദ്ധം വരുമ്പോൾ നിരപരാധികൾ വധിക്കപ്പെട്ടും എന്നത് കൃത്യമാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, ഈ രണ്ട് രാജ്യങ്ങളിലേക്കും മാധ്യമങ്ങൾക്ക് കാര്യമായ പ്രവേശനമില്ല എന്നതുകൂടി ഓർത്തുകൊണ്ട് വേണം പാശ്ചാത്യ മാധ്യമങ്ങളും അറബി മാധ്യമങ്ങളും അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളും ഒക്കെ നടത്തുന്ന റിപ്പോർട്ടുകൾ. അതനുസരിച്ച് ഇപ്പം നേരത്തെ ഇവിടെ കേട്ട കാര്യമാണ്, ജെറൂസലേം ടെൽ അവീവ് നഗരത്തിന്റെ 1/3 നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഒരു പക്ഷേ വലിയ ഒരു ഭീതിപ്പെടുത്തുന്ന കണക്കാണ്. അങ്ങനെയുള്ള സംഭവം നടത്തി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് തന്നെ പല റിപ്പോർട്ടിങ്ങും നടക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ അവിടെ പോയ ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ തന്നെ ടെലിവിഷൻ ചാനലുകളിലൂടെ കേൾക്കുന്നതാണ്. അവിടെ ആ രീതിയിലുള്ള വലിയ ഡാമേജുകൾ ഉണ്ടായി എങ്കിൽ അവരറിയാതെ ഇരിക്കില്ല. അപ്പൊ അത് ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ, ഈ ഡാമേജുകളുടെ കണക്കുകളൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിറം പിടിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഇനി കുറച്ചുകൂടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇത് രണ്ടും കേട്ടു, ഈ സ്റ്റേറ്റ് സ്പോൺസേർഡ് ഐഡിയാസും അതുപോലെ ഈ മാധ്യമങ്ങൾ, നിഷ്പക്ഷമെന്ന് പൊതുവെ വിളിക്കുന്ന മാധ്യമങ്ങൾ, അവർക്കും ചില മൂല്യങ്ങളുണ്ട് എന്നോർക്കണം. ഇത് രണ്ടും കേട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനെ അനലൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് സമ്പുഷ്ടീകരിച്ച ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടന്ന ഏതാനും സംഭവങ്ങൾ, അത് അമേരിക്കൻ ആക്രമണം കഴിഞ്ഞതിന് ശേഷം, അത് ഫോർദോയിലും നതാൻസിലും ഇസ്ഫഹാനിലും ഒക്കെ നടന്ന അമേരിക്കയുടെ വലിയ രീതിയിലുള്ള കഴിഞ്ഞ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചില വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളും വരുന്നു. അതിലൊന്ന്, ഇറാന്റെ ഒരു ക്ലോക്കുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാനിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്കുണ്ട്. 2040 വർഷം ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് കാണില്ല. ഇതൊരു സിംബോളിക് കാര്യമാണ്. അതിനുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ടോ, അതിനുവേണ്ടി നീങ്ങാനാവുമോ മറ്റൊരു കാര്യമാണ്. പക്ഷെ ആ ക്ലോക്ക് നശിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അത് വിശ്വാസയോഗ്യമാണ് എന്ന് കരുതുന്നില്ല, പക്ഷെ റിപ്പോർട്ടുകൾ വരുന്നു. അത് വെച്ച് വേണം നമ്മൾ വിശകലനം ചെയ്യാൻ. 2, ഈ ഫർദോ ആണവ നിലയത്തിന്റെ ചുറ്റുപാടുമുള്ള അപ്രോച്ച് റോഡുകൾ, ഈ പാസേജ് വേ,
ഇൻഫ്രാസ്ട്രക്ചർ ഇത് പൂർണ്ണമായി തകർക്കുന്ന രീതിയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടന്നിരിക്കുന്നു. അതൊരുപക്ഷെ അപ്രതീക്ഷിതമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇത്രയും വലിയ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ ഇസ്രയേൽ ഉടനടി അതേ സ്ഥലത്ത് തന്നെ ആക്രമണം നടത്തും എന്ന് കരുതാനാവില്ല. 2, 3 ഇറാനുള്ളിലെ ചില ജയിലുകളിൽ, പ്രത്യേകിച്ച് എവിൻ ജയിൽ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച എവിൻ ജയിലിൽ ആക്രമണം നടന്നിരിക്കുന്നു. അത് വെറും സിംബോളിക് കാര്യം മാത്രമാണോ? അവിടെ രാഷ്ട്രീയ തടവുകാരുണ്ട്. ഈ രാഷ്ട്രീയ തടവുകാരെ അൺലീഷ് ചെയ്ത് വിടുക, അതുകൊണ്ടൊന്നും ഇറാന്റെ ഭരണമാറ്റം ഒന്നും സാധിക്കില്ല എന്നറിയാം. എങ്കിൽ പോലും അത് പല തന്ത്രങ്ങളിൽ ഒന്നാണ്. അതിലേക്ക് ഉള്ള ശ്രദ്ധയാണ്. അത് ആരും ചിന്തിക്കാത്ത ആംഗിളുകളിൽ ചിന്തിക്കുക എന്നതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള അതിശക്തമായ ആക്രമണം. ഗവൺമെന്റ് ഓഫീസുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഗവൺമെന്റൽ മെഷീനറി പ്രവർത്തിക്കുന്ന ഇടങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുന്നു. 5-മതൊരു കാര്യം കൂടെ, അവിടാണ് റേഡിയോ ടെലിവിഷൻ നിലയങ്ങൾ പ്രക്ഷേപണം നടത്തേണ്ടിയ ഇടങ്ങളാണ്. അവിടാണ് ഗവൺമെന്റിന് ജനങ്ങളോട് സംവദിക്കാൻ ലഭിക്കുന്ന നേരിട്ടുള്ള അവസരമാണ്. വി ആർ ഫേംലി ഇൻ കൺട്രോൾ. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് അവിടെയും ആക്രമണങ്ങൾ, കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണം, അതിനു പുറമെ ഇന്നലെയും അതേ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അതിന്റെ നീതിശാസ്ത്രം മാറ്റി നിർത്തി രീതിശാസ്ത്രം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇറാനുള്ളിൽ നടന്ന വളരെ വലിയ രീതിയിലുള്ള അസാസിനേഷൻ അറ്റംപ്റ്റ്, അത് ഇസ്രായേലിന്റെ DNA-യിലുള്ള കാര്യമാണ്. അവരുടെ ഒരു ഡൈനമിക്സ് ആണ്. പ്രതിയോഗികളുടെ മർമ്മത്തിൽ തന്നെ പ്രഹരിക്കുക, അവിടുത്തെ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് തകർക്കുക. അങ്ങനെയാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ്, അതാണ് പ്രസിഡന്റ്. അപ്പം ഇബ്രാഹിം റൈസിയുടെ വധം ഇസ്രായേലിന്റെ അക്കൗണ്ടിലാണ് ഇപ്പോൾ പലരും ചാർത്തുന്നത്. അതുപോലെ IRGCയുടെ തലപ്പത്ത് വരുന്നവർ, മാറി മാറി വന്നവർ അനേകർ, അതുപോലെ ആണവ ശാസ്ത്രജ്ഞന്മാർ എന്നുവേണ്ട ടാർഗറ്റഡ് പ്രിസിഷൻ അറ്റാക്ക് തന്നെയാണ്. അതിനർത്ഥം വ്യക്തമായ ഒരു ട്രെൻഡ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ഈസ് ഓൺ എ ലോങ് ടേം ട്രാക്ക്. ഇത് ഒരു നിരീക്ഷണമാണ്. മറിച്ച് ഇറാൻ തീർച്ചയായും ഇസ്രായേലുമായി ഉള്ള പോരാട്ടം ആത്യന്തികമായി 1979 മുതൽ പ്ലാൻ ചെയ്യുന്നതാണ്. ഡെത്ത് ടു ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ഒരു ഡിറ്റർമിനേഷൻ ജൂതരാഷ്ട്രത്തെ ആ മേഖലയിൽ അംഗീകരിക്കില്ല. അപ്പം ഒരു പരസ്യമായ ഒരു പറച്ചിലാണ് ഈ പറയുന്ന ഇറാന്റെ. രീതിശാസ്ത്രത്തിൽ വ്യത്യാസമുണ്ട്. ഇറാന്റെ രീതിശാസ്ത്രം എ ബിറ്റ് ഓഫ് എ ജിങ്കോയിസം, അതായത് ശക്തമായി പറയുക, ജനങ്ങളെ കൂടെ നിർത്തുക. അത് സാധിക്കുന്നുണ്ട് തീർച്ചയായും. അവിടുത്തെ ഇറാന്റെ ഒരു സിസ്റ്റം ഫേംലി എൻട്രൻച്ച്ഡ് ആണ്. അതുകൊണ്ടാണ് ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരും എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. ബിക്കോസ് ദി റെജീം ഈസ് ഡീപ്ലി എൻട്രൻച്ച്ഡ്. അത് പല ലെയറുകളായി നിൽക്കുകയാണ്. ഗാർഡിയൻ കൗൺസിൽ ഫിൽറ്റർ ചെയ്ത കാര്യങ്ങളാണ് അയത്തുള്ള അലി ഖൊമേനിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഗാർഡിയൻ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വരും. അതിന് മാത്രമല്ല, മജ്ലിസ് എന്ന സംവിധാനമുണ്ട്. ഇറാനിയൻ പാർലമെന്റായ മജ്ലിസ് ഉണ്ട്. അവിടെ ശക്തമായ ചർച്ചകൾ നടക്കും. അപ്പൊ മജ്ലിസിന്റെ തീരുമാനങ്ങൾ ആത്യന്തികമായി മത നേതൃത്വവും ഗാർഡിയൻ കൗൺസിലും അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അതൊരു നയമായി മാറുന്നതും പ്രവർത്തനക്ഷമമായി മാറുന്നതും. ആ രീതിയിലാണ് ഇറാന്റെ ഡൈനമിക്സ് പോകുന്നത്. അതുകൊണ്ട് റെജീം ചേഞ്ച് സാധിക്കണമെങ്കിൽ അയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത് കൊണ്ടോ, ഏതാനും നേതാക്കളെ വധിച്ചത് കൊണ്ടോ, സൈനിക തലവന്മാരെ വധിച്ചത് കൊണ്ടോ ഭരണമാറ്റം സാധിക്കില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ രീതിശാസ്ത്രങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. ഇതിന്റെയൊക്കെ താങ്കൾ ഈ ഇതുവരെ നടത്തിയ വിശകലനങ്ങളുടെ ഒക്കെ രത്ന ചുരുക്കം, എന്തിനു വേണ്ടിയാണോ ഈ പോരാട്ടം നടത്തിയത്? ഒന്ന്, ഇറാന്റെ ഈ ആണവ പരീക്ഷണം അല്ലെങ്കിൽ ഇറാന്റെ ആണവമോഹം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒരു ആണവ രാഷ്ട്രമായി ഇറാൻ മാറുന്നത് തടയുക. 2, അവിടുത്തെ ഒരു ഭരണമാറ്റം. ഈ 2 പ്രഖ്യാപനങ്ങളാണല്ലോ ഇസ്രായേൽ നടത്തിയത്. ഇത് രണ്ടും ലക്ഷ്യം കാണാൻ പോകുന്നില്ല എന്നാണല്ലോ ഇതിന്റെ രത്ന ചുരുക്കം.